പൈനാപ്പിൾ കൊണ്ട് ഗോതമ്പിൽ ഉണ്ടാക്കിയെടുത്ത നല്ല അടിപൊളി ഹൽവയാണിത്. നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നു. എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. സ്മോൾ വേൾഡ് ബിഗ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഗോതമ്പിൻ്റെ പൊടി ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴച്ച് ഒരു 2 മണിക്കൂർ വെള്ളത്തിൽ മുക്കി വെക്കുക. ആദ്യം കണ്ടതുപോലെ വെള്ളത്തിൽ മുക്കി വെക്കുക. അതിൻ്റെ ശേഷം അതിൻ്റെ പാല് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഞരടി എടുക്കണം. ഞരടി അതിൻ്റെ പാലെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഇത് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ പൈനാപ്പിളിൻ്റെ ജ്യൂസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആദ്യമേ അരിച്ചെടുക്കാം. അതിൻ്റെ ശേഷമാണ് ഗോതമ്പ് പാല് അരിച്ചെടുക്കുക. നല്ല മധുരമുള്ള പൈനാപ്പിൾ ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാൻ നല്ല പഴുത്ത പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. നല്ലവണ്ണം ഇതിൻ്റെ നീരെല്ലാം നല്ല രീതിയിൽ നമുക്ക് ഊറ്റിയെടുത്ത് ഫുള്ളായിട്ട് നമുക്ക് കിട്ടും. ഇങ്ങനെ ഞരടി കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ നീരും നമുക്ക് ഊറ്റിയെടുക്കാൻ കഴിയും. ഇനി നമുക്ക് ഗോതമ്പിൻ്റെ പാല് റെഡിയാക്കി എടുക്കാം. ഗോതമ്പിൻ്റെ പാല് മാത്രമേ എടുക്കത്തുള്ളൂ. അതിൻ്റെ ചണ്ടി നമ്മൾ കളയാണ് ചെയ്യുന്നത്. ഏകദേശം എല്ലാം ആയി കഴിയുമ്പോൾ നമുക്കത് തീ കൊടുക്കാവുന്നതാണ്. ഫുൾ ഫ്ലെയിമിൽ തന്നെ ഓൺ ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തീ കൊടുക്കുമ്പോൾ തന്നെ ഇളക്കി തുടങ്ങുക എന്നുള്ളതാണ്. ഹലുവയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഫുൾ ടൈം ഇളക്കുക എന്നതാണ്. പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മധുരം ചേർക്കാവുന്നതാണ്. മധുരത്തിനൊരു പ്രത്യേക അളവൊന്നുമില്ല. നമുക്ക് എത്രയോ മധുരം വേണോ അത്രയും മധുരം ആഡ് ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ കട്ടിയായി തുടങ്ങും. ആ സമയത്ത് നമുക്ക് പൈനാപ്പിൾ ആഡ് ചെയ്യാം. ഏകദേശം ആദ്യത്തെ ഒരു കുറുക്കായി തുടങ്ങിയെന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ നമ്മൾ ആദ്യത്തെ നെയ്യ് ആഡ് ചെയ്യണം. ഒരു നിശ്ചിത ഇടവേളകളിൽ നെയ്യ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഇത് നല്ല രീതിയിൽ ആയി വരത്തുള്ളൂ. ഇനി നെയ്യോട് താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ നല്ല പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓരോ നിശ്ചിത ഇടവേളയിലും നമ്മൾ ഇങ്ങനെ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇളക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എത്രയും നല്ലതായിട്ട് ഇളക്കുന്നു അത്രയും നല്ലതായിട്ട് നമ്മുടെ ഹലുവ റെഡിയായി വരും. ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. കട്ട പിടിക്കും തോറും ഇളക്കിക്കൊണ്ടിരിക്കുക. ഏറ്റവും അവസാനം ഇത് ഫുള്ളായിട്ട് കട്ടയായി വരുന്ന രീതിയിൽ നമുക്ക് ഹലുവയായി എന്ന് തോന്നുമ്പോൾ മാത്രമേ നിർത്താൻ പാടുള്ളൂ. അതിനു മുമ്പ് നമ്മൾ നിർത്താൻ പാടില്ല. നമുക്ക് ചിലപ്പോൾ തോന്നും ഇത്ര മതി. പക്ഷേ ഏറ്റവും അവസാനം വരെ കല്ല് പോലെ ആകുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഈ സമയത്ത് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സോ മറ്റോ ആഡ് ചെയ്യാം. ഡ്രൈ ഫ്രൂട്ട്സ് അതുപോലെ തന്നെ ഏലക്കയും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂടെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ആ ഏലക്കയും അതിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്യുക. കുറച്ച് പുളി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നാരങ്ങയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഓപ്ഷനിലാണിത്. നിങ്ങൾക്ക് പുളിയോട് താല്പര്യം ഉണ്ടെങ്കിൽ പുളി ആഡ് ചെയ്യുക.
ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാലും പക്ഷേ ഇതിൻ്റെ ഇളക്ക് ഒരിക്കലും നിർത്താൻ കഴിയത്തില്ല. ഏറ്റവും അവസാനം വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഏറ്റവും കൂടുതൽ ഇളക്കി കഴിഞ്ഞാൽ കൂടുതൽ നന്നായിട്ട് ഹലുവ റെഡിയാകും. ഇപ്പോൾ ഏകദേശം ആയി തുടങ്ങിയെന്ന് നമുക്ക് തോന്നും, പക്ഷേ ആയിട്ടില്ല. ഇത് ഫുള്ളായിട്ട് ഈ ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്നവരെ ഏകദേശം നല്ല നമുക്ക് ഹലുവയായി എന്ന് തോന്നുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഏത് ഡിസൈനിലോട്ടും നമുക്കിത് മാറ്റാം. ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന രീതിയിലാണെങ്കിൽ അങ്ങനത്തെ ഒരു പാത്രം എടുക്കുക.